നമസ്കാരം. വിഴിഞ്ഞം പദ്ധതി നടപ്പിലായപ്പോൾ എന്തൊരു ബഹളമായിരുന്നു ബി.ജെ.പിക്ക്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി മുടക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നതെന്ന് എന്നൊക്കെയുള്ള വികാരം തളിച്ചായിരുന്നു പുള്ളിക്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനമൊക്കെ വന്നപ്പോൾ അനിക്സ്പ്രയുടെ പരസ്യം പോലെയായി സുരേഷ് ഗോപി. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ആരാണ് പദ്ധതി കൊണ്ടുവന്നതെന്ന് നെഞ്ചിൽ കൈവച്ച് പറയണം എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നല്ലോ. സംശയമുണ്ടെങ്കിൽ ഇക്കഴിഞ്ഞ ജൂൺ 13-ലെയോ 14-ലെയോ വാർത്തകൾ എടുത്തു നോക്കിയാൽ മതി ജി. 817.8 കോടി രൂപയാണ് കേന്ദ്ര സാമ്പത്തിക കാര്യ വകുപ്പ് രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റി VGFI വിഴിഞ്ഞത്തിന് നൽകാൻ ശുപാർശ നൽകിയത്. ഈ തുക ലഭിക്കണമെങ്കിൽ VGF കേരള സർക്കാർ നെറ്റ് പ്രസന്റ് മൂല്യം അടിസ്ഥാനമാക്കി തിരിച്ചടയ്ക്കണമെന്ന നിബന്ധനയും കേന്ദ്രം മുന്നോട്ട് വെച്ചത് BJPയുടെ ജി വിഭാഗം അറിഞ്ഞില്ലേ? വിഴിഞ്ഞത്തെ പറ്റി നീ മുണ്ട് ഞാൻ മുണ്ടില്ല എന്ന് പറഞ്ഞ് ഇതെങ്ങനെ എത്ര ദിവസം തള്ളി നീക്കം ചെയ്യും? ഇതിപ്പോ ചില സമയത്തെ ഫോൺ കോൾ പോലെയായി. താങ്കൾ ചോദിക്കുന്ന ജിക്ക് ഇപ്പോൾ മറുപടി തരാൻ ടൈമില്ല. തിരിച്ചടവിന്റെ കാലയളവിൽ പലിശ നിരക്കിൽ ഉണ്ടാകാവുന്ന മാറ്റവും തുറമുഖത്തിന്റെ വരുമാനവും പരിഗണിച്ചാൽ ഏകദേശം 10,000 മുതൽ 12,000 കോടി സംസ്ഥാനം തിരിച്ചടക്കണം. 12,000 കോടി രൂപ തിരിച്ചടച്ചാൽ 817.8 കോടി രൂപ വിഴിഞ്ഞത്തിന് തരുമെന്ന് ബെസ്റ്റ്. എന്തായാലും സംഭവത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടക്കണമെന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിട്ടുണ്ട്. പൊതുനയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ കേന്ദ്രം സ്വീകരിക്കുന്നത്. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഗ്രാന്റായി തന്നെ അനുവദിക്കുന്നതിന് പ്രധാനമന്ത്രി ഇടപെടൽ നടത്തണമെന്നും മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒറ്റത്തവണ ഗ്രാന്റായി നൽകാൻ സാധിക്കുന്ന രീതിയിലാണ് VGF വിഭാവനം ചെയ്തിരിക്കുന്നത്. അവയെ വായ്പയായി പരിഗണിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നൽകിയ തുക സംസ്ഥാന സർക്കാരിന് നൽകിയ വായ്പയായി വ്യാഖ്യാനിക്കുകയും പലിശ ഉൾപ്പെടെയുള്ള തിരിച്ചടവ് സംസ്ഥാന സർക്കാരിന് മേലുള്ള ബാധ്യതയുമായി മാറ്റുകയുമാണ് ഈ നടപടികളിലൂടെ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് മുതൽ മുടക്കിയുള്ള സംസ്ഥാനങ്ങളുടെ അധികഭാരം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സത്യത്തിൽ VGF സ്കീം തന്നെ കൊണ്ടുവന്നത്. എന്നിട്ട് അതിലൂടെ തന്നെ അമിതഭാരം കേരള സർക്കാരിന് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം ചെയ്യുന്നത്. വിചിത്രം എന്നല്ലാതെ മറ്റു വല്ലതും ഇതിനെ പറയാൻ കഴിയുമോ?